അപ്പോൾ അങ്ങനെ പാരാനോർമൽ പോസിബിലിറ്റീസ് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആജ്ഞാചക്രം എന്ന് പറയുന്നത്. എന്നിട്ട് ഇയാളുടെ പ്രാക്ടീസിൽ കംപ്ലീറ്റ്ലി ഷാർപ്പായി ഫോക്കസ്ഡായി എന്ത് നോക്കിയാലും അതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർജിച്ചിരുന്നു. അപ്പോൾ ഏത് കാര്യം നോക്കിയാലും അതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതായി അങ്ങ് മാറുക. അപ്പോൾ ഈ ആജ്ഞാചക്രത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സിദ്ധി മാനിഫെസ്റ്റ് ചെയ്യും, ഈ ഇൻ്റഗ്രേഷൻ്റെ ഫലമായിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പോൾ സിദ്ധികൾ അഷ്ടസിദ്ധികൾ ഒരുപാട് അണിമ ഗരിമ ലഘിമ പ്രാപ്തി പ്രാഗമ്യം ഈശത്വം വാശത്വം എന്ന് പറഞ്ഞിട്ട് 8 സിദ്ധികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ ഈ പ്രോഗ്രാമിൽ പോകുന്ന ഒരാളിന് കരഗതമാകുമെന്നാണ്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ സ്പിരിച്വലായി അന്വേഷിക്കാൻ നടക്കുന്നവൻ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഇത് കിട്ടുമെന്നാണ് ആദ്യം ഒന്ന് ചോദിക്കും. സാറ് സിദ്ധി പ്രാക്ടീസ് വല്ല നമ്മൾ ഒന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ലോകത്തിന് മറച്ചു വയ്ക്കാൻ വല്ല ഭാഗത്ത് ഉണ്ടെങ്കിൽ ഇനി പറഞ്ഞ ആ സമയത്ത് ഞാൻ നോക്കട്ടെ. അത് മനുഷ്യൻ്റെ ഒരു വലിയ വികാരമാണ്. കാരണം മര്യാദയ്ക്ക് റോഡിൽ കൂടെ നടക്കാൻ നമുക്ക് സമയമെടുക്കത്തില്ലേ. പ്ലെയിനിൽ കയറിയാൽ പെട്ടെന്ന് പോകാം. ഇവിടെ നിന്ന് സ്വീഡനിൽ പോകാൻ 2 ചെലവടിച്ചാൽ ടക്കെന്ന് പെട്ടെന്ന് നമുക്ക് അങ്ങ് എത്താമല്ലോ. ടിക്കറ്റ് എടുക്കാതെ അങ്ങ് എത്താം. ഇടയ്ക്ക് വെച്ചിട്ട് ഈ ചെറുകടി നിന്ന് പോയ സിദ്ധി അങ്ങ് ഇടയ്ക്ക് വെച്ച് പോയാലുള്ള സ്ഥിതി വളരെ മോശം. ഇങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ അതിനകത്തുണ്ടായേക്കാം. അതായത് സിദ്ധിയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. അതൊക്കെ നമുക്കിപ്പോൾ സാധിക്കുന്ന കാര്യമാണ്. ഈ സിദ്ധി അല്ലാമേ നമ്മൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, നമുക്ക് അറിഞ്ഞൂടാന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നിങ്ങളെ ഒരാൾ കാണണ്ടെന്ന് വിചാരിച്ചാൽ ഇൻസിഗ്നിഫിക്കൻ്റ് ആവണമെന്ന് വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? മാറി നിന്നോളൂ. ആൾക്കൂട്ടത്തിൽ ഇങ്ങോട്ട് ഒതുങ്ങി മാറി ആ ബാക്ക്ഗ്രൗണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോടത്ത ഓരോരുത്തരും നമ്മളെ കാണത്തില്ല. അണിമ ഒരണു പോലെ കാണും, ഇൻസിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ നിൽക്കുന്നത് നമുക്ക് ഇനി കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരയ്ക്ക് പിടിച്ച് അങ്ങനെ നിന്നാൽ ആ നിൽക്കുന്ന ലോകം മുഴുവൻ നമ്മളെ കാണും. അത് കണ്ടില്ലെങ്കിൽ ഒരു അലർച്ച കൂടാതെ കംപ്ലീറ്റ് വിസിബിലിറ്റിയിലോട്ടങ്ങ് വരിക. ഗരിമ മൗണ്ടൻ പോലെ ആവും. എന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ പോയി സാധിച്ചെടുക്കില്ലേ? ഇല്ലേ? നമുക്ക് സാധിക്കുന്നത് വരെ ഒരു സമാധാനമില്ല. കുറച്ച് സമയം എടുക്കും സാധിക്കും. ഇത് പെട്ടെന്ന് സാധിക്കാവുന്നതാവാം എന്ന് വിചാരിച്ചാൽ ഉടനെ അത് നമുക്ക് കരഗതമാകും, പ്രാപ്തമാകുന്ന ഒരു സ്ഥിതിയിലേക്ക്. അതുകൊണ്ട് നമുക്കിപ്പോൾ നമ്മൾ പതുക്കെ സമയം എടുത്താൽ പോകണം, മറ്റു സമയമില്ലാതെ നിന്നതാണ്. പിന്നെ ഇവിടെ നിൽക്കുന്ന വേറെ എവിടെയെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആ കാര്യം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ ജീവിക്കും. എവിടത്തോട്ട് ഗമിക്കണം എന്ന് വെച്ചാൽ അവിടെ പോകും. പ്രാഗമ്യം. പിന്നെ ദൈവത്തിൻ്റെ അവസ്ഥയിലേക്കാണ് ആണല്ലോ എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും വന്ന് കാല് വീണാൽ മതിയായിരുന്നു. ചിരിയൊക്കെ നമ്മളിലുണ്ട്. ഈശ്വത്വം ഇങ്ങനെ പറഞ്ഞിട്ടുള്ള സിദ്ധികളല്ല നമ്മളിലുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് അത് കിട്ടിയെന്നുള്ള ഒരു സന്തോഷം. അപ്പോൾ ഒരു പ്രാവശ്യം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നൊരു സംശയം. അങ്ങനെ ഒരു വലിയ അറിയേണ്ടുന്ന ഒരു സിദ്ധി എന്താണ്? ജീവൻ്റെ മനസ്സിൽ എന്താണ് നടക്കണമെന്ന് ഒന്നും അറിഞ്ഞു പോകാൻ സ്പൈ വലിയ സിദ്ധിയാണ്. പരഹൃദയ ജ്ഞാനം ഇതൊക്കെ സിദ്ധികളാണ്. 35 സിദ്ധിയെക്കുറിച്ച് പറയുന്നു. അതിനകത്ത് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് പ്ലെയിനിലൊക്കെ കയറി പോകാതെ ഒന്ന് പൊങ്ങാൻ പറ്റുമെന്നൊന്ന് ലിമിറ്റേഷൻ, ആകാശഗമനം, ഇങ്ങനെ കുറേ സിദ്ധികളാണ്. അപ്പം പതഞ്ജലി യോഗ സൂത്രത്തിൻ്റെ 3ാമത്തെ ചാപ്റ്റർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ സിദ്ധിയെല്ലാം അവിടെ എഴുതി വെച്ചിട്ട് ഒരു സിദ്ധിയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നല്ല സിദ്ധിയാണ്. എന്ന് വെച്ചാൽ ആ സിദ്ധി എന്താണെന്ന് ഞാൻ മറന്നു പോയെന്ന് തോന്നുന്നു പെട്ടെന്ന്. കായാകാശ സംബന്ധ സൂത്രമാണ്. ഈ സൂത്രമാണ് പ്രാക്ടീസ് ചെയ്യാൻ. കായാകാശ സംബന്ധം, കായവും ആകാശവും കൂടെ ബന്ധിപ്പിക്കുന്നത് എന്താണെന്നാണ് ഇയാൾക്ക് അറിയുന്നത്. ആകാശം കായവും കൂടെ, കായ ശരീരവും, കായവും ആകാശത്തിനെയും കൂടെ ബന്ധിപ്പിക്കുന്നത് എന്താണെന്ന് ഇയാൾക്ക് മനസ്സിലാക്കാൻ ആഗ്രഹം വന്നതുകൊണ്ട് ആ പ്രിൻസിപ്പിളിലോട്ട് ഇയാൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ പ്രിൻസിപ്പിൾ ഒഴിച്ച് ബാക്കി എല്ലാ മനസ്സിൽ നിന്ന് പോയിട്ട് ആ പ്രിൻസിപ്പിൾ മാത്രം
എന്താണെന്ന് പ്രൊജക്റ്റ് ചെയ്യുകയും അതൊക്കെ മനസ്സിലാകുകയും ചെയ്യുമ്പോൾ ഹിസ് ബോഡി വിൽ ഫോളോ ദ കോംപ്രിഹെൻഷൻ. ഇപ്പം കായവും ആകാശം കൂടെ ബന്ധി, ആകാശം കൂടെ കിടക്കും, കായം കൂടെ കിടക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ എന്താണ്? അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു സ്പേസ് കിടപ്പുണ്ട്, ഇത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ആ സ്പേസിനെ ഞാൻ കട്ട് ചെയ്ത് ഈ ആകാശത്ത്, അതല്ലേ അവനെ പൊക്കി നിർത്തി. ഒരുത്തിനെ പൊക്കി അങ്ങ് നിർത്തി കൊടുത്താൽ ഇനി ഈ ലോകം മുഴുവൻ നമ്മുടെ അടുത്ത് വന്ന് വീഴും. ആരെ പൊക്കുമെന്നുള്ള, ആരെയാണ് പൊക്കാൻ പോകണമെന്ന് അറിഞ്ഞിടാത്തതുകൊണ്ട് ലോകം മുഴുവൻ കാലിൽ വീഴും. ഇതൊക്കെയാണ് ആവശ്യം. സ്പിരിച്വാലിറ്റിക്കകത്ത് ഇറങ്ങിയിട്ട് ഇതൊക്കെ നേടാനാണ് ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഈ പതഞ്ജലി യോഗസൂത്രത്തിൻ്റെ 3rd ചാപ്റ്ററിൽ ഭയങ്കര വാണിംഗാണ്. ഇത് മനസ്സിൻ്റെ ഹിഡൻ പൊട്ടൻഷ്യാലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പോസിബിലിറ്റിയാണ്. അതുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ളതല്ലാന്ന് പറഞ്ഞിട്ട് പറയുന്നു. ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്താൽ നടക്കില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. പരഹൃത ജ്ഞാനം നടക്കും, അതെനിക്ക് നല്ലോണമുണ്ട്. പണ്ടുണ്ടായിരുന്നു, ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് നോക്കും. ചുമ്മാ നോക്കിയാൽ കണ്ണിന് മനസ്സിലായാലും അതെങ്ങനെ ഭ്രാന്തമാർക്ക് വേറെയും മനസ്സിലാവും. നോക്കുമ്പോൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇവ നമ്മളെക്കുറിച്ച് ഇങ്ങനെ വിചാരിക്കാം. ഒരാളെ കാണുമ്പോൾ നമ്മളെക്കുറിച്ച് ഇതാണ് മറ്റേ ഷിസോഫ്രീനിയ. നമ്മൾ ഊഹിച്ചെടുക്കുന്നതാണ്, അതല്ലാതെ സംഭവിക്കും. ഇതെന്താണ് വിചാരിക്കുന്നതെന്നുള്ളത് നമ്മുടെ മൈൻഡിനകത്ത് ഉടനെ ഫ്ലാഷ് ചെയ്തു. അപ്പം നമ്മൾ ഇത്രയും കാലം ചെയ്ത ജോലി എന്തിനാണെന്ന് അറിയാമോ? നമ്മൾ ഈ യോഗ എന്ന് പറഞ്ഞിട്ട് ഒരു 70 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാണ്? ചിത്തവൃത്തി നിരോധിക്കാണ്. ചിത്തവൃത്തി, നമ്മുടെ വൃത്തിയെ എല്ലാം നിരോധിച്ച് വയ്ക്കാൻ വേണ്ടി ചെയ്ത് അവസാനം ഇവിടെ എത്തുക. ഇങ്ങനെ നോക്കുമ്പോൾ അവൻ്റെ മനസ്സിരിക്കുന്നതെല്ലാം ഈ ചാടി അകത്തോട്ട് എല്ലാം നിരോധിച്ച് വെച്ച് ഇപ്പം എത്ര മോക്ഷത്തിൻ്റെ പടിവാതിലൊക്കെ നീക്കുമ്പോഴാണ് ഈ സാധനം വരുന്നത്. ഒരുത്തനെ കണ്ടാൽ അവൻ്റെ സാധനം എല്ലാം നമ്മുടെ അതിനകത്ത് കയറില്ല. അപ്പോൾ ഇവനൊന്ന് വിടാൻ വല്ല മാറിക്കൊണ്ട് നോക്കിയാൽ വിടാൻ പറ്റില്ല. കാരണം 2 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തു. അത് പെർമനൻറ്റ് സാധനമായിട്ട് അവിടെ കിടക്കണം. എങ്ങനെ നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾക്ക് അത് വിടാം. ഇത് വന്നുകൊണ്ടിരിക്കും. ആരെ കണ്ടാലും ഇവൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനമെല്ലാം നമ്മുടെ ഉള്ളിലോട്ട് കയറുക. ചിത്തവൃത്തിയും പോയി, എല്ലാം പോയി, നിരോധമൊക്കെ തീർന്നു. വഴിയാതെ നിർത്താൻ പറ്റില്ല. ഇതാണ് സിദ്ധിയുടെ പ്രശ്നം. ഇങ്ങനെ തന്നെ സംഭവിക്കും. അപ്പോൾ ഇതാണ് ഈ ആളുകളൊന്ന് ആവശ്യപ്പെടുന്നത്. സിദ്ധി പഠിക്കാൻ എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ കായാകാശ സംബന്ധം എന്ന് പറഞ്ഞിട്ട് ഉണ്ട്, വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്തോ. അങ്ങനെ ഇരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്തിട്ട് കായവും ആകാശവും തമ്മിൽ എവിടെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് കോംപ്രിഹെൻഡ് ചെയ്യാൻ വേണ്ടി ഇതിനെ ടൂൾ ഓഫ് മെഡിറ്റേഷൻ ആക്കി ഇട്ടിട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഭയങ്കര ഡീപ്പായിട്ട് ചെയ്ത് ആയുഷ്കാലത്ത് പാടാണ്. ഇങ്ങനെ ചെയ്ത് ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം നിൽക്കുന്നത് വെയിറ്റ്ലെസ് ആയിട്ട് അങ്ങ് തോന്നിക്കാൻ ഇരിക്കേണ്ടത് തൊട്ടിട്ടില്ല എന്നൊരു തോന്നൽ. വെയിറ്റ് ഇല്ല, ബോഡിയിൽ നിന്ന് വെയിറ്റ് അങ്ങ് പോയതോട് തോന്നില്ല. തറയെ തന്നെ നോക്കുമ്പോൾ തറയെ തന്നെ, എന്നാൽ വെയിറ്റേ ഇല്ല ബോഡിക്ക്. അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഇരിക്കുമ്പോഴേ ടക്കെന്ന് ഇങ്ങനെ സ്പൈനൽ ജർക്സ് ഉണ്ട്. ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് തെറിച്ചടി. ഇങ്ങനെയാണ് മാനിഫെസ്റ്റ്. ഈ സ്പൈനൽ ജർക്സ് ഉണ്ടല്ലോ, നമ്മൾ മറ്റേ ചുഴലി പിടിക്കുമ്പോൾ, ചുഴലിയല്ലോ ഒരു സാധനം ഉണ്ടല്ലോ, ട്രിമ്മർ അടിക്കുമല്ലോ, അതേപോലെ ട്രിമ്മറിൽ ഇങ്ങനെ തെറിച്ചടി പോകും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഈ സ്പൈനൽ ജർക്കൊക്കെ ഉണ്ടാകും, ഒന്ന് ഇരിക്കാൻ നിന്ന് തെറിച്ചൊക്കെ പോകും. അതെല്ലാം ഉള്ളതാണ്, അതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള സിദ്ധി ആജ്ഞാചക്രത്തിലോട്ട് കിടക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ കോൺസെപ്റ്റ് വേറെ ഒന്നും ഡിസ്ട്രാക്ഷനൊന്നുമില്ല. എലമെൻ്റൽ നേച്ചറിൽ നിന്ന് മാറി ക്വാളിറ്റിയിലേക്ക് വന്ന് അവിടെ ഇരുന്ന് ഫോക്കസ് ചെയ്താൽ ഫോക്കസിൽ തന്നെ നിൽക്കും. അപ്പോൾ ഫോക്കസ് എന്തിനാണെന്ന് വെച്ചാൽ കോംപ്രിഹെൻഡ് ചെയ്യാനാണ്. അപ്പോൾ ഈ പറഞ്ഞ സിദ്ധികളുടെ ഇൻഗ്രീഡിയൻസിനെ എടുത്തിട്ടിട്ട് അതെന്താണെന്ന് കോംപ്രിഹെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് പാരാനോർമൽ പവേഴ്സ് മാനിഫെസ്റ്റ് ചെയ്യും എന്നാണ്. അത് ആണ് ആജ്ഞാചക്രത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ സോഴ്സിലോട്ട് എത്തി, ക്വാളിറ്റിയിലേക്ക് എത്തി. പിന്നെ അവിടെ ഈ യൂണിഫിക്കേഷൻ വരികയാണ്. ഈ രണ്ടായിട്ട് തന്നെ മാസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ. മാസ്കുലൈൻ എന്ന് പറയുന്നതിന് നമ്മുടെ യോഗശാസ്ത്രത്തിൽ ശിവനുമായിട്ട് അതായത് കോൺഷ്യസ്നെസ്സുമായിട്ട് ബന്ധപ്പെടുത്തി കാണുന്നു. മറ്റ് പ്രകൃതിയുമായിട്ട്, ശക്തിയെ പ്രകൃതിയുമായി ബന്ധപ്പെടുത്തി കാണുന്നു. ഇവരുടെ സംയോഗം അവിടെ നടക്കുന്നു. ശിവശക്തി സംയോഗം എന്നുള്ള കോൺസെപ്റ്റിൽ അർദ്ധനാരീശ്വരനായിട്ട് അവിടെ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് മെൽറ്റിങ് നടന്നിട്ട് ഒന്നായിട്ട് മാറിയിട്ട്
നിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷനിൽ വെച്ച് പാരാനോർമൽ പോസിബിലിറ്റീസ് എല്ലാം മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും.